ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറാണ് അറസ്റ്റിലായത്. ഉച്ചയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും. സ്വർണ്ണത്തെ ചെമ്പാക്കിയതിൽ സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കേസിലെ മറ്റൊരു പ്രതി CK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാമത്തെ അറസ്റ്റാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറാണ് അറസ്റ്റിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുവാനായി സുധീഷ് കുമാറിനെ കൊണ്ട് അന്വേഷണ സംഘം റാന്നിയിലേക്ക് തിരിച്ചു. സ്വർണം ചെമ്പാക്കിയതിൽ സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേസിലെ മറ്റൊരു പ്രതി CK വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഡി സുധീഷ് കുമാർ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ പ്രതി ചേർത്തിരുന്നത്. ഈ കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും അറസ്റ്റിലായത്. ഇരുവരും നിലവിൽ റിമാൻഡിലാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി സുധീഷ് കുമാറിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിലൂടെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ജനം, തിരുവനന്തപുരം.